ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 22 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ കൺഫേർഡ് വിത്ത് ദ ഓർഡർ ഓഫ് എക്സലൻസ് ഓഫ് ഗുയാന. Dr. Mohammad Irfan Ali, President of the Cooperative Republic of Guyana, conferred upon Prime Minister Sri Narendra Modi the highest national award of Guyana, the Order of Excellence, for his visionary statesmanship, for championing the rights of developing countries on the global stage, for exceptional service to the global community, and for his commitment to strengthening India-Guyana relations. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് എക്സലൻസ് ഓഫ് ഗുയാന കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ഇർഫാൻ അലി എന്ന് പറയുന്ന പ്രസിഡന്റ് ഓഫ് ഗുയാന, റിപ്പബ്ലിക് ഓഫ് ഗുയാന, കോഓപ്പറേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ഗുയാനയുടെ പ്രസിഡൻ്റായ മുഹമ്മദ് ഇർഫാൻ അലിയാണ് ഈ ഒരു അവാർഡ് കൺഫർ ചെയ്തത് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിക്ക്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ മാർക്ക് ഫിലിപ്സ് ആണ്. പ്രസിഡന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇർഫാൻ അലിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രൈ ടേക്സ് എ സ്ട്രോങ് ആക്ഷൻ ടു കോംബാറ്റ് സ്പാം കോൾസ് ഇൻ ഇന്ത്യ. Over 13,000 entities register for message traceability measure. അപ്പോൾ ട്രൈ ഒരു സ്ട്രോങ് ആക്ഷൻ സ്പാം കോൾസിനെതിരെ എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആക്ഷൻ എടുത്തിരിക്കുകയാണ്. 13,000 എൻറ്റിറ്റീസാണ് രജിസ്റ്റർ ചെയ്തത് ഫോർ മെസ്സേജ് ട്രേസബിലിറ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൺ സെവറൽ ഡെസിസീവ് സ്റ്റെപ്സ് to tackle the ongoing issue of spam calls and SMS, reporting significant progress in reducing complaints and enhancing message traceability. In a move to clamp down on unauthorized promotional calls, TRAI issued directives on 13th August 2024 mandating stringent actions against violators. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ട്രൈ ആണ് സ്ട്രോങ് ആക്ഷൻ എടുത്തിരിക്കുന്നത്. സ്പാം കോൾസ് ട്രേസ് ചെയ്യാനും അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് സ്ട്രോങ് ആക്ഷൻ എടുത്തിരിക്കുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് സ്വീഡൻ co-chair the annual summit of lead IT on the sidelines of UNFCCC COP29 at Baku, Azerbaijan. അപ്പോൾ ഇന്ത്യയും സ്വീഡനുമാണ് co-chair ചെയ്തിരിക്കുന്നത് ദ ആനുവൽ സമ്മിറ്റ് ഓഫ് ലീഡ് IT ഓൺ ദ സൈഡ് ലൈൻസ് ഓഫ് UNFCCC COP29 അറ്റ് ബക്കു, അസർബൈജാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ടുഗദർ വിത്ത് സ്വീഡിഷ് മിനിസ്റ്റർ ഫോർ Climate and Environment, Ms. Romania Pourmokhtari, co-chaired the annual summit of the Leadership Group for Industry Transition held on the sidelines of COP29 to the UN Climate Change Summit in Baku, Azerbaijan. അപ്പോൾ UN ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ് ബക്കു, അസർബൈജാനിൽ നടക്കുകയാണ്. അതിൽ co-chair ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സ്വീഡനുമാണ് co-chair ചെയ്തിരിക്കുന്നത് ആനുവൽ സമ്മിറ്റ്. അപ്പോൾ ഇന്ത്യൻ ഡെലിഗേഷൻ ലീഡ് ചെയ്തത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയ കീർത്തിവർദ്ധൻ സിംഗ് ആണ്. സ്വീഡിഷ് മിനിസ്റ്റർ ഫോർ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ആയ മിസ് റോമീന പോർമോക്താരിയാണ് അവരുടെ, അതായത് സ്വീഡൻ ഡെലിഗേഷൻ ലീഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ഫിഷറീസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 21 നവംബർ ആണ്. വേൾഡ് ഫിഷറീസ് ഡേ എല്ലാ വർഷവും 21 നവംബർ ആണ് വേൾഡ് ഫിഷറീസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. The day originated in 1997 when World Forum of Fish Harvesters and Fish Workers കൺവീൻഡ് ഇൻ ന്യൂഡൽഹി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യാസ് ബ്ലൂ ട്രാൻസ്ഫോർമേഷൻ, സ്ട്രെങ്തനിങ് സ്മോൾ സ്കെയിൽ ആൻഡ് സസ്റ്റൈനബിൾ ഫിഷറീസ്. അതാണ് തീം ഓഫ് വേൾഡ് ഫിഷറീസ് ഡേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രസാർ ഭാരതി മേക്സ് വേവ്സ് ഇൻ OTT സെഗ്മെൻറ്റ്.
അപ്പോൾ പ്രസാർ ഭാരതി WAVES വേവ്സ് OTT സെഗ്മെൻറ്റിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ ഡോക്ടർ പ്രമോദ് സാവന്ത് ലോഞ്ച്ഡ് വേവ്സ് ദ OTT പ്ലാറ്റ്ഫോം. ഓക്കെ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. വേവ്സ് ഇൻ OTT സെഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസാർ ഭാരതിയുടെ ഒരു OTT സെഗ്മെൻ്റ് ആയിരിക്കും ഇനി തൊട്ടിട്ട് വേവ്സ് എന്ന് പറയുന്ന OTT. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ ഡോക്ടർ പ്രമോദ് സാവന്ത് ലോഞ്ച്ഡ് വേവ്സ് ദ OTT പ്ലാറ്റ്ഫോം ഓഫ് ദ നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതി അറ്റ് ദ ഓപ്പണിംഗ് സെറിമണി ഓഫ് 55th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ ഗോവയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 55th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിലാണ് ഓപ്പണിംഗ് സെറിമണിയിലാണ് ഇത് അറിയിച്ചത്. അപ്പോൾ വേവ്സ് മേക്ക് ഇറ്റ്സ് എൻട്രി ആസ് എ ലാർജ് അഗ്രിഗേറ്റർ OTT വിത്ത് ഇൻക്ലൂസീവ് ഇന്ത്യ സ്റ്റോറീസ് എംബ്രേസിംഗ് ഇന്ത്യൻ കൾച്ചർ വിത്ത് ആൻ ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക് ഇൻ 12+ ലാംഗ്വേജസ്. അപ്പോൾ ഇത് ഏതൊക്കെ ഭാഷകളിലായിരിക്കും ഈ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി, മറാത്തി, കന്നഡ, മലയാളം, തെലുഗു, തമിഴ്, ഗുജറാത്തി, പഞ്ചാബി ആൻഡ് ആസാമീസ്, ഈ ലാംഗ്വേജസ്, ഈ 12 ലാംഗ്വേജസിൽ ഈ ഒരു പ്രസാർ ഭാരതിയുടെ വേവ്സ് എന്ന് പറയുന്ന OTT സെഗ്മെൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് വിൽ ബി സ്പ്രെഡ് അക്രോസ് 10 ജോൺറാസ് ഓഫ് ഇൻഫോർടൈൻമെൻറ്റ്. ഇറ്റ് വിൽ പ്രൊവൈഡ് വീഡിയോ ഓൺ ഡിമാൻഡ്, ഫ്രീ ടു പ്ലേ ഗെയിമിംഗ്, റേഡിയോ സ്ട്രീമിംഗ്, ലൈവ് TV സ്ട്രീമിംഗ്, 65 ലൈവ് ചാനൽസ്. അപ്പോൾ 65 ലൈവ് ചാനൽ, ഈ പറയുന്നതൊക്കെ നമുക്ക് ലഭിക്കും ഈ ഒരു OTT പ്ലാറ്റ്ഫോം നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ. സെവറൽ ആപ്പ് ഇൻറ്റഗ്രേഷൻസ് ഫോർ വീഡിയോ ആൻഡ് ഗെയിമിംഗ് കണ്ടൻറ്റ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ് ത്രൂ ONDC. അപ്പോൾ ഇതിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് വീഡിയോ ആൻഡ് ഡിമാൻഡ്, ഫ്രീ ടു പ്ലേ ഗെയിമിംഗ്, റേഡിയോ സ്ട്രീമിംഗ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ അവൈലബിൾ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ന്യൂ മൈക്രോബ് റിവേർട്ടിംഗ് സീസം ഫ്ലവേഴ്സ് ടു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. റിസർച്ചേഴ്സ് ഹാവ് ഐഡൻറ്റിഫൈഡ് എ ന്യൂ മൈക്രോബ് റെസ്പോൺസിബിൾ ഫോർ എ പെക്യുലിയർ ഡിസീസ് that has been affecting the sesame fields of Midnapur in West Bengal. സീസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ് ഉദ്ദേശിക്കുന്നത്, എള്ളിൻ്റെ. അപ്പോൾ ന്യൂ മൈക്രോബ് റിവേർട്ടിംഗ് സീസം ഫ്ലവേഴ്സ് ടു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ന്യൂ മൈക്രോബ് റെസ്പോൺസിബിൾ ഫോർ, എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സീസം ദ ക്വീൻ ഓഫ് ഓയിൽ ഈസ് എ primordial oilseed crop since the remnants of sesame seeds were discovered at Harappa and Mohenjo-daro. Sesame oil is excellent form of medicinal point of view. അപ്പോൾ സീസം ഓയിൽ മെഡിസിനൽ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ വളരെ, ഈ എള്ളെണ്ണ എന്ന് പറയുന്ന, നല്ലെണ്ണ എന്ന് പറയുന്ന ഈ എണ്ണ വളരെ നല്ലതാണ്. മെഡിസിനൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും അത് നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ ഹാർട്ട് പേഷ്യൻസിന് പെർഫെക്റ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് യൂസ് ഇറ്റ് ഫ്രീക്വൻ്റ്ലി ആസ് എ പ്രിൻസിപ്പൽ എഡിബിൾ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാത്തത് ഒരു ദൗർഭാഗ്യം എന്ന് പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഇന്ത്യൻ സീസം വെറൈറ്റീസ് നീഡ്സ് ഇംപ്രൂവ്മെൻറ്റ് സോ ദാറ്റ് ദെയർ ബെനിഫിറ്റ്സ് ക്യാൻ ബി harnessed. The microbe is a cell wall lacking molecules bacteria called Candidatus cytoplasma. അതാണ് അതിൻ്റെ പേര്, ബാക്ടീരിയയുടെ പേര്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് AI ഡാറ്റാ ബാങ്ക് ടു ബൂസ്റ്റ് നാഷണൽ സെക്യൂരിറ്റി ലോഞ്ച്ഡ്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് AI ഡാറ്റാ ബാങ്ക്, നാഷണൽ സെക്യൂരിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന AI ഡാറ്റാ ബാങ്ക് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓൺ ലോഞ്ച്ഡ് India's first artificial intelligence data bank that is aimed at propelling innovation and boosting the country's national security. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല, ഇതിൽ ഒതുക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഡിഫെൻഡ് വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്സ് ട്രോഫി വിത്ത് എ 1-0 വിൻ ഓവർ ചൈന.
അപ്പോൾ ഇന്ത്യ വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 1-0 വിൻ, ചൈനയെ 1-0 എന്നുള്ള സ്കോറിൽ തോൽപ്പിച്ചുകൊണ്ട് വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഇന്ത്യ ഡിഫെൻഡ് ചെയ്തു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ തന്നെയാണ് വിജയിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യ റീറ്റെയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The Indian women's hockey team defended their women's Asian Championship trophy title as they recorded a 1-0 win over China. The game is at Rajgir Hockey Stadium in Bihar. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നന്ദൻ കുമാർ ജാ നെയ്മഡ് പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ മൈൻഡ് സ്പോർട്സ് അസോസിയേഷൻ. അപ്പം നന്ദൻ കുമാർ ജായെ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ മൈൻഡ് സ്പോർട്സ് അസോസിയേഷൻ ആയിട്ട് നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഇന്ത്യാസ് നന്ദൻ കുമാർ ജാ ഹാസ് ബീൻ elected as the president of the International Mind Sports Association (IMSA), a global body for the governance and promotion of mind sports. The announcement on Ja's election was made during IMSA's annual General Assembly in Sao Paulo, Brazil. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഡ്രോപ്സ് 2 places ബട്ട് റിമെയിൻസ് എമംഗ് ടോപ്പ് 10 ക്ലൈമറ്റ് പെർഫോമേഴ്സ്. അപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 2 പൊസിഷൻ താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ടോപ്പ് 10 ക്ലൈമറ്റ് പെർഫോമേഴ്സിൽ സ്ഥാനം റീറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യ റിമെയിൻഡ് ഇൻ ദ ടോപ്പ് 10 ഓൺ എ ലിസ്റ്റ് ഓഫ് 63 countries അസസ്ഡ് ഫോർ എഫേർട്സ് ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ 63 രാജ്യങ്ങളെയാണ് അസസ് ചെയ്തത്. എഫേർട്സ് ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ അസസ് ചെയ്തതിൽ ഇന്ത്യ ടോപ്പ് 10 വന്നിരിക്കുകയാണ്. ടോപ്പ് 10 വന്നു, പക്ഷേ 2 പ്ലേസ് ഡ്രോപ്പ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പൈറ്റ് ഡ്രോപ്പിംഗ് 2 സ്പോട്സ് കമ്പയർഡ് ടു ആൻ ഇയർ എഗോ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. താങ്ക്സ് ടു ഇറ്റ്സ് low per capita emissions and rapid deployment of renewables, a report said. The 63 countries along with European Union assessed the CCPI are responsible for 90% of global emissions. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യ റാങ്ക്സ് 10th this year CCPI, remaining among highest performers. ലാസ്റ്റ് പോയിന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യ 10th പൊസിഷനിലാണ് നിൽക്കുന്നത് ഈ വർഷം. കഴിഞ്ഞ വർഷം 8ാം സ്ഥാനത്തുണ്ടായിരുന്നത്, ഈ വർഷം ഇന്ത്യ 10ാം സ്ഥാനത്താണ്. അപ്പോൾ ടോപ്പ് 10 എന്തായാലും വന്നു, പക്ഷെ എന്നാലും 2 പ്ലേസ് ഡ്രോപ്പായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു പേജിലും കൂടി കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൊജക്ട് എഗ്രിമെൻറ്റ്സ് സൈൻഡ് അണ്ടർ PACE. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ. Under the Patent Acquisition and Collaborative Research Program, the Department of Scientific and Industrial Research signed 2 separate tripartite agreements. അപ്പോൾ പ്രൊജക്റ്റ് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് PACEയുടെ അണ്ടറിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ഫിലോസഫി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 21 November ആണ്. അപ്പോൾ ബൈ സെലിബ്രേറ്റിംഗ് വേൾഡ് ഫിലോസഫി ഡേ ഈച്ച് ഇയർ on the 3rd Thursday of November, UNESCO underlines the enduring value of philosophy for the development of human thought for each culture and each individual. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫിലോസഫിയുടെ ഇമ്പോർട്ടൻസ് ഇൻ ഹ്യൂമൻ തോട്ടിൽ, അതേപോലെ ഈച്ച് കൾച്ചർ ആൻഡ് ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ എന്താ പറയുക വാല്യൂ, അതിന് വേണ്ടിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഫിലോസഫിയുടെ ഇമ്പോർട്ടൻസ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ഫിലോസഫി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. 21 November ആണ് ഈ വർഷം വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് ഡേ ആണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd Thursday of November. 3rd Thursday, നവംബർ മാസത്തിലെ 3ാമത്തെ തേഴ്സ്ഡേ ആണ് വേൾഡ് ഫിലോസഫി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ടെലിവിഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 21 November ആണ്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഇൻക്രീസിംഗ് ഇമ്പാക്ട് ടെലിവിഷൻ ഹാസ് ഓൺ ഡിസിഷൻ മേക്കിംഗ് ബൈ ബ്രിങ്ങിംഗ് വേൾഡ് അറ്റൻഷൻ ടു കോൺഫ്ലിക്ട്സ് ആൻഡ് ത്രെറ്റ്സ് to peace and security and its potential role in sharpening the focus on other major issues including economic and social issues. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 21 നവംബർ വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇറാഖ് കണ്ടക്ട്സ് ഫസ്റ്റ് നാഷണൽ സെൻസസ് ഇൻ നിയർലി 40 years. അപ്പം 40 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് 40 വർഷം ഏകദേശം ആയിട്ടുണ്ട്. 40 വർഷത്തിൻ്റെ ശേഷം ഇപ്പോൾ ഇറാഖ് ഫസ്റ്റ് നാഷണൽ സെൻസസ് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ദ ലാസ്റ്റ് നാഷൻ വൈഡ് സെൻസസ് ഇൻ ഇറാഖ് വാസ് ഹെൽഡ് ഇൻ 1987. അനദർ ഹെൽഡ് ഇൻ 1997 എക്സ്ക്ലൂഡഡ് ദ കുർദിഷ് റീജിയൻ. അപ്പോൾ 1997 ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻസസ്. പക്ഷെ അത് കുർഡിഷ് റീജിയനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നാണ്. അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ സെൻസസ് കണ്ടക്ട് ചെയ്തത്. ഇപ്പോൾ കംപ്ലീറ്റ് സെൻസസ് ആണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ 40 ഇയേഴ്സിന് ശേഷമാണ് ഇത് നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രോക്സിമേറ്റ്ലി 40 ഇയേഴ്സ് അത്ര ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ISRO ആൻഡ് ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി സൈൻ കോപ്പറേഷൻ പാക്ട് ഫോർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി ആയിട്ട് ഫോർ ഫർദർ സ്ട്രെങ്തനിങ് ഓഫ് കോപ്പറേഷൻ ഇൻ സ്പേസ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ദ 2 countries. കൂടുതലാക്കാൻ, അതായത് സ്പേസ് ആക്ടിവിറ്റീസ് അതിൻ്റെ കോപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 രാജ്യങ്ങൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ഇല്ല, കംപ്ലീറ്റ് ന്യൂസും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.